ഇത് വാഴ? ഇത് വാഴയല്ല, കലാത്തി. കലാത്തി. ഇത് വിത്തിന് വേണ്ടി ഇട്ടേക്കണ. നല്ല പൊക്കമുണ്ടല്ലേ. കണ്ട, ഇതാണ് ഇതിന്റെ വിത്ത്. കണ്ട, ഇതാണ് മിക്കവാറുള്ള ഓഡിറ്റോറിയത്തിലെ വീടുകളുടെ ഫ്രണ്ടിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത്. നിങ്ങളെ വീടിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് വെറൈറ്റി ചെടികളുള്ള ഒരു നഴ്സറിയിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഒരു 80-90% ഈ നഴ്സറിയിലുള്ള ചെടികൾ ഫുള്ള് ഇൻഡോർ പ്ലാന്റ് ആണ്. അതും പല വെറൈറ്റിയിലുള്ള ചെടികൾ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ചെടിയെക്കുറിച്ചാണ്. ബ്ലാക്ക് ഫിലോണ്ട്ര. ഇത് വലിയ ലീഫാണല്ലേ? വലിയ ലീഫാണ്. ഈ ചെടിയുടെ പേര് യെല്ലോ സെറ്റ്. യെല്ലോ സെറ്റ്. ഇവിടെ ഇഷ്ടംപോലെ യെല്ലോ സെറ്റ് ആണല്ലേ. ഇത് നമ്മളെ ഈ ചെടിയുടെ പേരെന്തായിരുന്നു? ഇത് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ. ഈ കുരുമുളകൊക്കെ നമുക്കിവിടെ സെയിലിനുള്ളതല്ലേ? ആ, സെയിൽ തന്നെ. ഗോൾഡൻ ബസഞ്ചാന. ഗോൾഡൻ ബസഞ്ചാന. ആന്തോറിയം. ഇത് ആന്തോറിയോ? എന്താ? കോമ്പാക്റ്റ്. കോമ്പാക്റ്റ്. കോമ്പാക്റ്റ് ശരി അല്ലേ. ഇത് ഇൻഡോർ പ്ലാന്റ് അല്ലേ? ഇൻഡോർ പ്ലാന്റ്. പേരെന്തോന്നാണ്? ലൂക്ക. ലൂക്ക. കാക്ക, നമ്മൾ ഈ ചെടികൾക്ക് എന്തിനാണ് വളമൊക്കെ ചെയ്യുന്നത്? അറിയിട്ടേക്കണെന്ന് പറഞ്ഞാൽ നമ്മൾ കള എടുത്തിട്ട് ഇട്ട് കൊടുക്കും, എല്ലുപൊടി ഇട്ട് കൊടുക്കും, ഇതിന്റെ ഇടയിൽ ഇലപ്പൊടികൾ വാരി ഇടും. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് കട്ടിങ്സ് എടുത്താണ് അങ്ങോട്ട് കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ ചട്ടി കവറിലും ചട്ടിയിലും ആക്കി. ഈ നമ്മൾ ഈ മുള വീട്ടിൽ കൊണ്ടുപോയാലേ ഇതിന് പ്രത്യേകിച്ച് വളം വല്ലതും ചെയ്യേണ്ടതായിട്ടുണ്ടോ? മുള നടുമ്പോൾ നമ്മൾ പച്ച ചാണാനിട്ട് നടണം. പച്ച ചാണാന് എല്ലുപൊടി. മെഡിമില്ലേ? മെഡിമില്ല. മെഡിമില്ല. മിക്സിങ്. അതാണ് ചെടി ഇത്തിരി നല്ല ഹെൽത്തി. ഈ ചെടി നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഈ ചെടിയുടെ പേരെന്തോന്നാണ്? പീസ് ലില്ലി. പീസ് ലില്ലി പൂക്കും അല്ലേ? നല്ല അടിപൊളി വൈറ്റ് പൂവല്ലേ. ഈ കോമ്പാക്റ്റ് എന്ന് പറയുന്ന ചെടി ഇൻഡോർ പ്ലാന്റ്. ഇൻഡോർ പ്ലാന്റ്. അതിനത് ഈ ചെടി ഇത് അഗ്ലോണിമ വൈറ്റ്. അഗ്ലോണിമ വൈറ്റ്. സെപ്രീന. ഇത് മരാന്തേ പെട്ടത്. സെപ്രീന മരാന്ത. ഏത്? ഇത് സെപ്രീന. ഇതല്ലേ എൻ്റെ പേര്? ഇത് മരാന്ത. മരാന്ത. അൽപ്പീനിയ. ഗ്രീൻ ഐസ് ഒന്നല്ലേ? മദർ പ്ലാന്റ് ആണ്. മദർ പ്ലാന്റ് ഇത്തിരി ഹൈറ്റ് ആയിട്ടിരിക്കുന്നത്. ഇത് കട്ടിങ്സ് എടുക്കാണ്ട് ഇനി ഇത് കട്ടിങ്സ് വേറെ അപ്പുറത്തിട്ടിട്ടുണ്ട്. ഈ ചെടിയിലേ ഇങ്ങനെ ഈ കട്ടിങ്സ് എടുത്ത് ഇങ്ങനെ കവറിലാക്കി, ഇത് നമ്മൾ കവറിലാക്കിയിട്ട് നമ്മൾ ഒരു തണലത്തോണ്ട് ഷെയ്ഡിന്റെ അടിയിൽ കൊണ്ട് വെക്കും. ഒരു 40 ദിവസമാകുമ്പോൾ നല്ല വേരാവും. കാക്ക, ഈ മുളക് നമുക്ക് കൊടുക്കാനുള്ള മുളകാ? മുളക് കൊടുക്കാനല്ല, ഈ ചെടി വാങ്ങാൻ വരുമ്പം ആരെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ മുളകും കൊടുക്കും. ചെടി ഏതാണ്? ഇത് മിൽക്കി ബാമ്പു. ഇത് പിന്നീട് ലാൻഡ്സ്കേപ്പിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ബാമ്പൂലുള്ളതിൽ വേറൊരു. കാക്ക, ഇത് ചട്ടിയിൽ നട്ട് വെച്ചിരിക്കണത് കൊടുക്കാനാ? കൊടുക്കാം. ഇത് സെറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മൾ വെച്ചിരിക്കണത്. സെറ്റ് ചെയ്ത്. ഇത് കൊടുക്കാൻ സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നത്? സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അല്ല, നമ്മൾ കൊടുക്കുന്നതെല്ലാം ചട്ടിയിലാക്കിയാണ് കൊടുക്കുന്നത്. ചട്ടിയിലാക്കി കൊടുക്കും, കവർ റെഡിയും കൊടുക്കും, കട്ടിങ്സും കൊടുക്കും. പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞവർക്ക് നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കണം. അതൊക്കെ കൊടുക്കും. നമ്മൾ റീറ്റെയിൽ ഇല്ല, ഹോൾസെയിൽ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഹോൾസെയിൽ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. റീറ്റെയിൽ ഇല്ല. അല്ല, ഒരു പീസ് ഒരു പീസായാലും ശരി, നമ്മൾ ഹോൾസെയിൽ റേറ്റിനാണ്. അല്ല, ഒരു പീസായിട്ട് കൊടുക്കുമല്ലോ? കൊടുക്കും. ഒരു പീസ് കൊടുക്കും, 100 പീസായിട്ടും കൊടുക്കും. ഒരുപാട് വെറൈറ്റി ചെടികൾ ഇനിയുമുണ്ട്. പിന്നെ ഈ നഴ്സറിയുടെ ഓണറായ മുഹമ്മദ് കാക്കയുടെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഈ ചെടി നഴ്സറിയുടെ ലൊക്കേഷൻ വരുന്നത് ആര്യനാട് നിന്ന് കുറ്റിച്ചൽ പോകുന്ന വഴിക്ക് പാലേക്കുണം എന്ന സ്ഥലത്താണ്. അൽഫാൽ നഴ്സറി. നല്ലൊരു വീഡിയോ കാണാം. ബൈ.